വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പോവാണ് ടു വാഗമൺ. നല്ല ക്ലൈമറ്റ് ഒക്കെ ആണല്ലോ, മഴയും കോടയൊക്കെ കാണാൻ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ഷോർട്ട് ഗെറ്റ് അവേ ടു വാഗമൺ. പോകുന്ന വഴിക്ക് ഞങ്ങൾ വികാസ് ഹോട്ടലുണ്ട് വാഴക്കുളത്ത്, അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഐ ഓർഡേഡ് പൊറോട്ട ആൻഡ് മുട്ടക്കറി ആൻഡ് നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ പ്ലേറ്റ് ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പണ്ടും എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു ഹോട്ടൽസിൽ കയറിയിട്ട് പൊറോട്ടയും മുട്ടക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല ഫുഡായിരുന്നു. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിയിലൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് മിസ്റ്റുണ്ട്. അപ്പം മഴയൊക്കെ നിന്ന സമയം നോക്കി ഞാൻ ഒന്ന് മിസ്റ്റുള്ള ഒരു ഏരിയയിൽ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബിക്കോസ് കേരളത്തിൻ്റെ കാര്യമുണ്ട്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ക്ലൈമറ്റ്. ഇപ്പം മിസ്റ്റാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വെയിൽ വന്നേക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വാഗമണ്ണിൽ പോയിട്ട് എങ്ങാനും മിസ്റ്റ് കണ്ടില്ലെങ്കിലോ ഡിസപ്പോയിൻമെൻറ്റ് വേണ്ട എന്നോർത്തു. നമ്മൾ പോകുന്നത് പുള്ളിക്കാനം റൂട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ റൂട്ടിൽ പോയാലും എപ്പോഴും വെയിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങി ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരിക്കലും പറ്റാറില്ല. പക്ഷേ ടുഡേ ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇന്ന് നല്ലൊരു വെതറാണ് രാവിലത്തത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി കുറേ നടക്കുകയൊക്കെ ചെയ്തു. ഐ ഫെൽറ്റ് വെരി ഗുഡ് ആൻഡ് വെരി പോസിറ്റീവ് ആൻഡ് വെരി ഹാപ്പി. പക്ഷേ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റ് മൊത്തം വാനിഷായി. ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൻ്റെ കാര്യം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെ ഈ പ്ലസൻറ്റ് വെതറിലൊരു കോഫി കുടിക്കാനായിട്ട് കൊതിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് കറക്റ്റ് നമ്മൾ പോകുന്ന വഴിക്ക് ബെൽ ഫാംസിൻ്റെ ഒരു കഫേ കണ്ടത്. അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പം മഴയില്ല മഞ്ഞുമില്ല, പക്ഷേ അങ്ങോട്ട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അത് സൈഡിൽ നിന്ന് പതുക്കെ മഞ്ഞ് വരുന്നുണ്ട് അഗൈൻ. ബട്ട് അത് മഞ്ഞല്ലായിരുന്നു ഗൈസ്, അതിൻ്റെ പുറകെ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കണ്ട് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഓൾമോസ്റ്റ് വാഗമണിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. വാഗമൺ മെഡോസിൽ വന്നേക്കട്ടോ, മുട്ടക്കുന്നിൽ. പണ്ട് ചെറുതായിരുന്നപ്പോൾ എന്തോ വന്നതാണ്. ഇപ്പോൾ കുറേ കാലം കൂടി അങ്ങോട്ട് വരണം. മഴ പെയ്താലോ ഓർത്ത് റെയിൻ കോട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് റെയിൻ കോട്ട് വാങ്ങിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ വന്നു. ഇവിടെ എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 25 ആണ്. നല്ല ക്ലൈമറ്റ് കേട്ടോ, വെയിലില്ല മഴയില്ല. ആഹാ, കുറച്ചൊന്ന് മഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട്. നല്ല തിരക്കുണ്ട്. വീക്ക് ഡേ ആയിട്ട് കൂടി ഇത്രയും തിരക്ക്. നല്ല വെതറാന്ന് പറഞ്ഞുള്ളൂ, അപ്പോഴത്തേക്കും ഒടുക്കത്തെ വെയിൽ വന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പം കണ്ട ഒരു കുഞ്ഞു കടയാണ് കേട്ടോ അത്. അവിടെ നല്ല ഫ്രഷ് പഴംപൊരി ചൂടോടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു പഴംപൊരി കഴിച്ചു. പക്ഷേ വിശപ്പ് മാറുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ മാഗി കണ്ടു അവിടെ. അപ്പം മാഗിയും കൂടെ കഴിക്കാമെന്ന് ഓർത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഹൈ റേഞ്ച് സ്ഥലങ്ങളിൽ വന്നിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള മാഗി കഴിക്കാൻ. ഇത് അത്ര സ്പൈസി അല്ലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാഗിയൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. ബട്ട് ചെക്ക് ഇൻ ടൈം ആയി ഓൾമോസ്റ്റ്. ഓറഞ്ച് വാലിയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. റിസോർട്ടിലെത്തിയിട്ടോ. അപ്പോൾ എത്തി റിസപ്ഷൻ്റെ ഇവിടെ ചെക്ക് ഇൻ ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതേ റൂം ആവാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെയിറ്റിംഗ്. സോ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ഏരിയ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. എന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ റിസപ്ഷനിൽ വിളിച്ചിരുന്നു റൂം റെഡിയായെന്ന് പറഞ്ഞിട്ട്. സോ ദിസ് ഇസ് ദ റൂം. നമ്മൾ പ്രീമിയം വില്ല റൂമാണ് എടുത്തേക്കുന്നത്. ഇവിടെ ഒരു ലിവിങ് റൂം, ഒരു ബെഡ്റൂം, ബാത്റൂം ആൻഡ് 2 ബാൽക്കണീസ് ആണുള്ളത്.
നമ്മുടെ റൂമിന് 2 ബാൽക്കണി ഉണ്ട്. ഇതൊരു ബാൽക്കണിയാണ്, ഇനി ഒരു ബാൽക്കണി കൂടെ ഉണ്ട്. ആണ് നമ്മുടെ രണ്ടാമത്തെ ബാൽക്കണി. ബെഡ്റൂം കാണാം. ബെഡ്റൂം സോ റൂമിലേക്കൊക്കെ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷ്നപ്പൊക്കെ ആയതിനു ശേഷം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാണ്. നമുക്ക് റിസോർട്ടൊക്കെ നടന്ന് കണ്ടാലോ. അങ്ങനെ റിസോർട്ടൊക്കെ ഒന്ന് നടന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ഇപ്പോൾ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വന്ന റൂമിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി റിസോർട്ട് കണ്ടത്രയും. ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് റിസോർട്ട് ആസ് സച്ച്, എന്ന് വെച്ചാൽ കുറേ ഏക്കർ കണക്കിന് ലാൻഡിൽ നീണ്ടു പരന്ന് നടക്കണം അങ്ങനെയല്ല. പക്ഷെ എന്നാലും ഉള്ള ലാൻഡിൽ ദേവ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. ഒരു നല്ല ഒരു ഫീല് തരുന്ന ഒരു റിസോർട്ട് തന്നെയാണ്. ഭയങ്കര ഒരു നേച്ചറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര പച്ചപ്പാണ്, ഭയങ്കര സീനിക്കാണ്. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ദ റിസോർട്ട്സ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റിസോർട്ടിലേക്ക് വന്ന വഴി ഇവിടെ നോക്കിയാൽ കാണാം. അത്യാവശ്യം ഇവിടെയൊക്കെ രാത്രി ആയപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഓണായി. ഇന്നിപ്പോൾ അത്യാവശ്യം റിസോർട്ട് ഫുൾ ആളാണ്, ക്രൗഡ് കാണാമല്ലോ. ഇവരെല്ലാവരും മുകളിലേക്ക് നടക്കുന്നത് അവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്കാണ്. അപ്പം ഞാൻ ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല, ബിക്കോസ് അവിടുത്തെ സൺറൈസ് വ്യൂ ആണ് കുറച്ചും കൂടെ അടിപൊളിയെന്ന് കേട്ടു. അപ്പോൾ ഞാൻ നാളെ രാവിലെ നമുക്ക് സൺറൈസ് കാണാൻ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്തേക്കുവാണ്. ഡിന്നർ ടൈമായി. ഞങ്ങളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നൈറ്റ് സെബാൻ്റെ തട്ടുകടയിലേക്കാണ് വന്നേക്കുന്നത്. ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു തട്ടുകടയാണ്. നല്ല തിരക്കാണ് ഇവിടെ എപ്പോൾ വന്നാലും. അത്യാവശ്യം വെയിറ്റ് ചെയ്താലാണ് സീറ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം ഞാനിവിടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വാഗമൺ സൈഡ് വിസിറ്റ് ചെയ്യുമ്പോൾ വരാറുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ അത്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തത് അവരുടെ ചിക്കൻ 65ഉം പൊറോട്ടയും അപ്പോൾ പിന്നെ ഒരു ചിക്കൻ കറിയാണ്. നല്ല ഫുഡാണ് കേട്ടോ, എനിക്കിഷ്ടമാണ് അവരുടെ ഫുഡ്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും റിസോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ റിസോർട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. റിസോർട്ടിലേക്കുള്ള വഴി ഭയങ്കര എസ്തറ്റിക്കാണ്. ആ രാത്രി ലൈറ്റ്സും കൂടി ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ രാവിലെ എണീറ്റ് ചുമ്മാ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. സൺറൈസ് ആ സൈഡിലായിട്ടാണ്. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ല പറഞ്ഞ പോലെ. അപ്പോൾ നല്ല ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഐ തോട്ട്
മോർണിംഗ് വരാമെന്ന്. നല്ല ക്ലൈമറ്റാണ്. രാവിലെ മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്യൂസൊക്കെ ക്ലിയറാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥലമായതുകൊണ്ട് പറയാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും മഞ്ഞ് വരും. ഇപ്പം തന്നെ മുകളിലൊക്കെ കുറച്ച് കോടയായിട്ടുണ്ട്. ഇവിടേക്കൊന്നും കോട വന്നിട്ടില്ല കേട്ടോ, പക്ഷേ വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഒരു അടിപൊളി സൺറൈസൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നീ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വാഗമണിലേക്ക് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക്. ദിസ് ഇസ് ഓറഞ്ച് വാലി റിസോർട്ട്. ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വാഗമൺ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒരു ടൈമിലാണ് ഈ വാഗമണിലേക്ക് ട്രാവൽ ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. ബിക്കോസ് നല്ല മിസ്റ്റും മഴയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. ദ വ്ളോഗ് ഹാസ് കം ടു എൻ എൻഡ്. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. അപ്പം എന്നെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗ്സിൽ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ.